അപ്പം നമ്മൾ ഡയാകൈനസിസ് കഴിഞ്ഞ് മെറ്റാഫേസ് 1 അടുത്ത് പോകുന്നത്. പ്രോഫേസ് 1 കഴിഞ്ഞിട്ട് മെറ്റാഫേസ് 1 അല്ലേ. പ്രോഫേസിൽ തന്നെ 5ാമത്തെ സ്റ്റേജ് ആയിരുന്നു ഏത്? ഡയാകൈനസിസ്. പ്രോഫേസിലെ 5ാമത്തെ സ്റ്റേജ് ആയിരുന്നു ഡയാകൈനസിസ്. ഓക്കെ, അടുത്ത ഫേസ് ആയിരുന്നു മെറ്റാഫേസ്. മെറ്റാഫേസ് മിയോസിസ് 1 മെറ്റാഫേസ് 1. മെറ്റാഫേസ് 1 വെച്ച് എന്താ നടക്കുന്നത്? നമ്മുടെ ഈ മെറ്റാഫേസ് 1 വെച്ച് എന്ത് നടക്കും? നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ഓരോ ക്രോമസോംസിലും അറ്റാച്ച് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? ഓരോ ക്രോമസോംസിലും അറ്റാച്ച് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ എന്ത് ചെയ്തു? സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്തു? ഇവരെ അറ്റാച്ച് ചെയ്തു. അറ്റാച്ച് ചെയ്തിട്ട് രണ്ടുപേരും എവിടെ വന്നു? സെൻറ്ററിലോട്ട് വന്നു. സെൻറ്ററിലോട്ട് വന്നിട്ട് ഒരു പ്ലെയിനിൽ അലൈൻ ചെയ്തു അല്ലേ. 2 പ്ലെയിനിലായിട്ടാണ് അലൈൻ ചെയ്തത്. പ്ലെയിനിൽ അലൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു പേര് വിളിക്കും അല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ഒരു പേര് വിളിക്കും. ആ പേരാണ് മെറ്റാഫേസ് പ്ലേറ്റ്. മെറ്റാഫേസ് പ്ലേറ്റ്. അപ്പോൾ ഇവിടെ എത്ര മെറ്റാഫേസ് പ്ലേറ്റ് ഉണ്ടായി? 2 മെറ്റാഫേസ് പ്ലേറ്റ് ഉണ്ടായി. ഓക്കെ, 2 മെറ്റാഫേസ് പ്ലേറ്റുകൾ രൂപപ്പെട്ടു. മെറ്റാഫേസ് 1 2 മെറ്റാഫേസ് പ്ലേറ്റുകളാണ് രൂപപ്പെട്ടത്. ഓക്കെ, അപ്പം നമ്മുടെ അനാഫേസിൽ വെച്ച് എന്ത് നടക്കും? ഇവിടെയുള്ള ക്രോമസോംസുകൾ 2 പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. 2 പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെയും തമ്മിലൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഉള്ള ക്രോമസോംസ് എന്തായിരുന്നു? ഒരു സൈഡ് മാത്രമേ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. മൈറ്റോസിസിലോ 2 സൈഡും സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തായിരുന്നു അല്ലേ. ഇതൊരു ക്രോമസോം ആണെങ്കിൽ മുകളിൽ നിന്ന് ഒരാളും താഴെ നിന്ന് ഒരാളും പിടിച്ചു വലിച്ചു. അതുകൊണ്ടായിരുന്നു സെൻട്രോമിയർ മുറിഞ്ഞതും 2 പോൾസിലോട്ട് 2 ക്രോമസോമായിട്ട് മാറിയതും. പക്ഷേ ഇവിടെ ഉള്ള വ്യത്യാസം എന്താ? ഇവിടെ ഒരാൾ മാത്രമേ പിടിച്ചിരിക്കാനുള്ളൂ. മറ്റാളെ ആരില്ല? മുകളിലത്തെ ആള് പിടിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റാളെ പിടിച്ചിരിക്കുന്നത് താഴത്തെ ആളാണ്. അപ്പോൾ ഒരാൾ മുകളിലോട്ടും ഒരാൾ താഴോട്ടും മാറും. ഇവർ രണ്ടും ഹോമോലോഗസ് ക്രോമസോംസ് ആയിരുന്നല്ലേ. അപ്പോൾ ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ഫേസ് ഏതാണെന്ന് ചോദിച്ചാൽ അനാഫേസ് 1. ഹോമോലോഗസ് ക്രോമസോംസിന്റെ സെപ്പറേഷൻ നടക്കുന്ന ഫേസ് ആണ് അനാഫേസ് 1. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും. സ്പിൻഡിൽ ഫൈബേഴ്സ് കോൺട്രാക്ട് ചെയ്യും. 2 പോൾസിലോട്ട് ആര് മാറും? ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്ത് പോകും. ഹോമോലോഗസ് ക്രോമസോംസ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് പോകും. ഓക്കെ ആണോ? ഹോമോലോഗസ് ക്രോമസോംസ് സെപ്പറേറ്റ് ചെയ്ത് 2 പോൾസിലോട്ട് മാറി. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഡീകണ്ടൻസേഷൻ നടക്കുമല്ലേ. ഡീകണ്ടൻസേഷൻ നടക്കും. പക്ഷേ നിങ്ങൾ എനിക്കിവിടെ പറഞ്ഞു തരാം, നമ്പർ ഓഫ് ക്രോമസോംസ് ഇവിടെ എത്രയേ ഉള്ളൂ? 2. നമ്പർ ഓഫ് ക്രോമസോംസ് 2. നമ്പർ ഓഫ് DNA എത്രയേ ഉള്ളൂ? 4. ഇവിടെയും നമ്പർ ഓഫ് ക്രോമസോംസ് 2. നമ്പർ ഓഫ് DNA 4. കണ്ടോ? ഇവിടെ ഇത് ടോട്ടൽ സെല്ലിൽ നമ്പർ ഓഫ് ക്രോമസോംസ് 4, നമ്പർ ഓഫ് DNA 8 ആയിരുന്നുവെങ്കിൽ അതിൻ്റെ റിഡക്ഷൻ നടന്നു. നമ്പർ ഓഫ് ക്രോമസോംസ് 2 റിഡ്യൂസ് ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റിഡക്ഷണൽ ഡിവിഷൻ. മിയോസിസ് 1 റിഡക്ഷണൽ ഡിവിഷൻ നടക്കുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. മിയോസിസ് 1 റിഡക്ഷണൽ ഡിവിഷൻ നടക്കുന്നത്. അതും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? അനാഫേസ് 1 വെച്ചിട്ടാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത ഫേസ് ഏതാണ്? ടീലോഫേസ്. ടീലോഫേസിൽ വെച്ചിട്ട് ക്രോമസോംസ് എന്ത് ചെയ്യും? ഡീകണ്ടൻസ് ചെയ്യും. ക്രോമസോംസ് ഡീകണ്ടൻസ് ചെയ്യും. ന്യൂക്ലിയർ എൻവലപ്പ് തിരിച്ചു വരും.
ന്യൂക്ലിയർ എൻവലപ്പ് തിരിച്ചു വന്നു, ന്യൂക്ലിയോളസ് തിരിച്ചു വന്നു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ് മുതലായവർ തിരിച്ചു വന്നു അല്ലേ. മുതലായവർ എന്ത് ചെയ്തു? തിരിച്ചു വന്നു. ഓക്കെ, അതോടെ നമ്മുടെ ടീലോഫേസ് 1 കഴിയുന്നു. ടീലോഫേസ് 1 അതോടെ കഴിയുന്നു. പക്ഷേ ഇവിടെ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയേ ഉള്ളൂ? 2. നമ്പർ ഓഫ് DNA എത്രയേ ഉള്ളൂ? 4. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് സൈറ്റോകൈനസിസ് 1. സൈറ്റോകൈനസിസ് 1 നടക്കുമ്പോൾ ഇതൊരു സെല്ല് ഇതൊരു സെല്ലായിട്ട് മുറിയും അല്ലേ. ഇതൊരു സെല്ലായിട്ടും മുറിഞ്ഞു. ഓക്കെ, പ്ലാന്റ്സിലെയും ആനിമൽസിലെയും സൈറ്റോകൈനസിസ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ സൈറ്റോകൈനസിസ് കഴിഞ്ഞു, 2 സെല്ലായിട്ട് മുറിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈറ്റോകൈനസിസ് 1 കഴിഞ്ഞു, 2 സെല്ലായിട്ട് മുറിഞ്ഞു. 2 സെല്ലായിട്ട് മുറിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ഫേസ് ഏതായിരുന്നു? മിയോസിസ് 2. മിയോസിസ് 2 എന്ന് പറയുന്നത് നമ്മുടെ മൈറ്റോസിസിലെ ഫേസുകളുമായിട്ട് വളരെയധികം സിമിലാരിറ്റി കീപ്പ് ചെയ്യുന്നവരാണ്. മൈറ്റോസിസിൽ എന്തൊക്കെ നടക്കുമോ അതേപോലെ തന്നെ മിയോസിസ് 2ലും നടക്കും. എന്നാൽ മിയോസിസ് 1 അങ്ങനെയായിരുന്നോ? അല്ല അല്ലേ. അതിൽ പ്രോഫേസിലെത്തിയപ്പോൾ തന്നെ നമ്മൾ വലിയൊരു മാറ്റം കണ്ടു. പിന്നെ മെറ്റാഫേസിലെത്തിയപ്പോൾ ഡബിൾ പ്ലേറ്റ് കണ്ടു. അനാഫേസിലെത്തിയപ്പോൾ എന്ത് കണ്ടു? ഹോമോലോഗസ് ക്രോമസോം സെപ്പറേറ്റ് ചെയ്തത് കണ്ടു. ടീലോഫേസ് എത്തിയപ്പോഴേക്കും 2 സൈഡും നമ്പർ ഓഫ് ക്രോമസോംസ് എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്തതായിട്ട് കണ്ടു അല്ലേ. നമ്പർ ഓഫ് ക്രോമസോംസ് റെഡ്യൂസ് ചെയ്തു. അപ്പം മൈറ്റോസിസും മിയോസിസ് 1 നോക്കുവാണെങ്കിൽ ഒരുപാട് ഡിസിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷെ മൈറ്റോസിസും മിയോസിസ് 2 ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പം മിയോസിസ് 2ലെ ഓരോ സ്റ്റെപ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഭാഗത്തിൽ നോക്കാം. മിയോസിസ് 2ലെ ഫസ്റ്റ് ഫേസ് ഏതായിരിക്കും? പ്രോഫേസ് 2. പ്രോഫേസ് 2ൽ വെച്ചിട്ട് എന്ത് നടക്കും? ഇവിടെയുള്ള ക്രോമസോംസ് അതല്ലേ, ക്രോമസോംസ് എന്ത് ചെയ്ത് ഡീകണ്ടൻസ്, ടീലോഫേസ് 1 ആയപ്പോഴേക്കും ഡീകണ്ടൻസ് ചെയ്തായിരുന്നു അല്ലേ. ഡീകണ്ടൻസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്തു? ക്രൊമാറ്റിൻ എന്ന രൂപത്തിൽ മാറി. ആ ക്രൊമാറ്റിനായിട്ട് രൂപത്തിൽ മാറിയ അതേ ക്രോമസോംസ് എന്ത് ചെയ്യും? അതേ ക്രൊമാറ്റിൻ എന്ത് ചെയ്യും? വീണ്ടും കണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. അവരവിടെ ടീലോഫേസ് എത്തുമ്പോൾ ടോട്ടലി അങ്ങ് ഡീകണ്ടൻസ് ആകുന്നില്ല കേട്ടോ. മൈറ്റോസിസിൽ അവർ ടോട്ടലി അങ്ങ് ഡീകണ്ടൻസ് ചെയ്യൂല്ലേ ടീലോഫേസ് എത്തുമ്പോഴേക്കും. പക്ഷേ ഇവിടെ എന്ത് ചെയ്യത്തില്ല? മൊത്തത്തിൽ അങ്ങ് ഡീകണ്ടൻസ് ചെയ്ത് പോകത്തില്ല. എന്നാൽ അവർക്കറിയാം അവർ വീണ്ടും ഒന്നുകൂടെ ക്രോമസോമായി മാറണം. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ഇരട്ടിപ്പണി ചെയ്യാൻ നടക്കുമോ? ഇല്ല അല്ലേ. ഇവിടെയും ടീലോഫേസ് 1 എന്തുണ്ട്? ബോധമുണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്യത്തില്ല? മൊത്തത്തിൽ അങ്ങ് ഡീകണ്ടൻസ് ചെയ്ത് മാറത്തില്ല. അങ്ങനെ വീണ്ടും കണ്ടൻസേഷൻ തുടങ്ങി. ആരായിട്ട് മാറും? വീണ്ടും ക്രോമസോംസ് ആയിട്ട് മാറും. ഇവിടെ നമ്പർ ഓഫ് ക്രോമസോംസ് എത്രയേ ഉള്ളൂ? 2. നമ്പർ ഓഫ് DNA എത്രയുണ്ട്? 4. അപ്പോൾ ഒരു സെല്ലിലെ നമ്പർ ഓഫ് ക്രോമസോംസ് എത്ര ഉണ്ട്? 2. ഇത് പ്രോഫേസ് 2 ആയിരുന്നു അല്ലേ. പ്രോഫേസ് 2ലെ പ്രത്യേകതകൾ എന്തായിരുന്നു? മൈറ്റോസിസ് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ന്യൂക്ലിയോലസ് ഡിസപ്പിയർ ചെയ്തു, സെൻട്രിയോൾസ് 2 പോൾസിലോട്ട് മൂവ് ചെയ്തു, നമ്മുടെ ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മുതലായവർ ഡിസപ്പിയർ ചെയ്തു. ന്യൂക്ലിയർ മെംബ്രെയിൻസ് എന്ത് ചെയ്തു? ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ സ്റ്റാർട്ട്സ് ദ ബിഗിനിങ് ഓഫ് മെറ്റാഫേസ്. അങ്ങനെ മെറ്റാഫേസ് 2ലെത്തി. മെറ്റാഫേസ് 2ലെത്തുമ്പോൾ ആ 2 ക്രോമസോംസിനെയും ആര് പിടിച്ചു വെക്കുന്നു? 2 ക്രോമസോംസിനെയും 2 സൈഡിൽ നിന്നും സെൻട്രിയോളുകൾ വലിക്കുന്നു. കഴിഞ്ഞ മിയോസിസ് 1ൽ 2 സൈഡിൽ നിന്നും വലിക്കാത്തതായിരുന്നു നമ്മൾ കണ്ട പോരായ്മ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നമ്പർ ഓഫ് ക്രോമസോംസിൽ റിഡക്ഷൻ കണ്ടത്. ഇവിടെ എന്ത് ചെയ്തില്ല? അങ്ങനെ ഒരു തെറ്റ് ഇവിടെ ഉണ്ടാകത്തില്ല. ഇവിടെ എന്ത് ചെയ്യും? 2 പോളിൽ നിന്നും സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ 2 പോളിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇക്വേറ്റർ എന്ന് മുറിയും അല്ലേ. ഇവരുടെ സെൻട്രോമിയർ മുറിയും. സെൻട്രോമിയർ മുറിഞ്ഞ് അനാഫേസിൽ എന്ത് ചെയ്യും? 2 പോൾസിലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. അവിടെ പ്രത്യേകത എന്തായിരുന്നു? സെൻട്രോമിയേഴ്സ് ആർ അറ്റ് ദ ലീഡിംഗ് എഡ്ജ് ആൻഡ് ആർംസ് ആർ ട്രെയിലിംഗ് ബിഹൈൻഡ്. ഇതൊന്നും മിയോസിസ് 2ൽ എടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ മിയോസിസ് 2ലെ ഓരോ സ്റ്റെപ്പും മൈറ്റോസിസിലെ സ്റ്റെപ്പുകളുമായിട്ട് സിമിലർ ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫേസ് ആയിരുന്നു ടീലോഫേസ്.
ടീലോഫേസ് 2. ടീലോഫേസ് 2 കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും? ഇവർ ഡീകണ്ടൻസ് ചെയ്യാൻ തുടങ്ങും. ക്രോമസോംസ് എന്ത് ചെയ്യും? ഡീകണ്ടൻസ് ചെയ്ത് ക്രൊമാറ്റിനായി മാറും. ക്രൊമാറ്റിനായി മാറിയിട്ട് എന്ത് വരും? ന്യൂക്ലിയർ മെമ്പറിൻ വരും. ന്യൂക്ലിയോലസ് റീഅപ്പിയർ ചെയ്യും. പിന്നെ ആര് വരും? ഗോൾഗി കോംപ്ലക്സ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മുതലായവ വരും അല്ലേ? ടീലോഫേസ് കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്ത് ചെയ്യണം? 2 സെല്ലിലോട്ട് മാറും. അപ്പോൾ എന്ത് നടക്കും? സൈറ്റോകൈനസിസ് 2 നടക്കും. അങ്ങനെ സെല്ല് എന്ത് ചെയ്തു? നടുക്കുന്ന് മുറിഞ്ഞു 2 സെല്ലായിട്ട് മാറി. ക്ലിയർ ആണോ? 2 സെല്ലായിട്ട് മാറി. ഇതാണ് മിയോസിസിലെ ഓരോ ഈവൻസും. മിയോസിസ് 1-നും മിയോസിസ് 2-നും ഇടയിൽ ഇൻ്റർകൈനസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, ഇവർക്കിടയിൽ പറഞ്ഞില്ല, വിട്ടുപോയതാണ്, സോറി. നമ്മൾ എന്ത് ചെയ്ത് ഈ ഇൻ്റർകൈനസിസ് എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഇവർക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ട്. ഇറ്റ് ഇസ് ദ ഷോർട്ട് ഫേസ്. ഓക്കെ, ചെറിയ ഗ്യാപ്പ് ഫേസ്. അവിടെ പ്രത്യേകിച്ച് ധർമ്മങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് കാര്യങ്ങൾ. അവർക്കിടയിലുള്ള ഒരു ഗ്യാപ്പാണ് എന്ത്? ഇൻ്റർകൈനസിസും ഇൻ്റർഫേസും മാറിപ്പോവാതെ സൂക്ഷിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് ഒരുപാട് കുട്ടികൾക്ക് അത് മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു സെല്ല് മുറിഞ്ഞ് 4 സെല്ലായ ആ ഒരു മിയോസിസ് എന്ന് അറിയപ്പെടുന്ന പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ സിഗ്നിഫിക്കൻസ് ഓഫ് മിയോസിസ് വളരെ അധികമൊന്നുമല്ല, ചെറിയൊരു പാര മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ? പഠിക്കാനുള്ളൂ. ഒന്നാമത്തെ എന്തായിരുന്നു? അത് ക്രോമസോംസിൻ്റെ നമ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലേ? എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്പർ ഓഫ് ക്രോമസോംസ് റെഡ്യൂസ് ചെയ്ത് പകുതിയാക്കുന്നു. അപ്പോൾ ഗ്യാമേറ്റ്സിൻ്റെ അകത്ത് പകുതി നമ്പർ ഓഫ് ക്രോമസോംസേ ഉണ്ടാക്കും. അങ്ങനെ 2 ഗ്യാമേറ്റുകൾ, മെയിലിൻ്റെ സ്പെർമം ഫീമെയിലിൻ്റെ ഓവവും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാകുമ്പോൾ സൈഗോട്ട് എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലേ? തിരിച്ച് ആ ഒരു കണ്ടീഷൻ എന്ത് ചെയ്യും? ക്രോമസോംസിൻ്റെ നമ്പർ എന്ത് ചെയ്യും? അവിടെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ഇമ്പോർട്ടൻസ് ആണ് ജെനറ്റിക് വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ? ജെനറ്റിക് വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രോസിംഗ് ഓവർ നടക്കുന്നു, ജെനറ്റിക് മെറ്റീരിയലുടെ എക്സ്ചേഞ്ച് നടക്കുന്നു. അങ്ങനെ ഭാവിയിലെ തലമുറയിൽ എന്ത് ചെയ്യുന്നു? ഒരു വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് വേരിയേഷൻ ലീഡ്സ് ടു എവല്യൂഷൻ. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെയാ? അപ്പം നമ്മുടെ കൂട്ടുകാരെന്ത് ചെയ്യുക? പഠിക്കുക, നല്ലോണം പഠിക്കുക. ടെക്സ്റ്റ് എന്ത് ചെയ്യുക? നല്ലോണം വായിക്കുക. പിന്നെ റിവിഷൻ മറക്കരുത് കേട്ടോ. റിവിഷൻ മസ്റ്റാണ്. എന്നാൽ റിവിഷൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ആ ടൈം പീരീഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അവസാന സമയമാകുമ്പോൾ ഈ 98 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യണം? പരീക്ഷയുടെ തലേദിവസം പഠിക്കണം അല്ലേ? പരീക്ഷയുടെ തലേദിവസം പറ്റത്തില്ലെങ്കിലും 2-3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഈ 98 ചാപ്റ്ററും തീർക്കണം. അങ്ങനെ 98 ചാപ്റ്ററും തീർക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്യണം. കുറച്ച് സമയമൊക്കെ എൻ്റർടൈൻ ചെയ്യാൻ തോന്നും. ഓക്കെ, ആ കുറച്ച് സമയം നിങ്ങളുടെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്താതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം. ടിൽ ദെൻ ഓൾ ദി ബെസ്റ്റ്, കീപ് സ്റ്റഡിങ്.